തിരുവനന്തപുരത്ത് സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന് പോലീസിൽ പരാതി. ബാലരാമപുരം മഞ്ചവിളാകം സ്വദേശികളായ അഖിലയും മീരയുമാണ് പരാതി നൽകിയത്. കഴിഞ്ഞ നവംബറിൽ സ്കൂട്ടർ വാങ്ങാനായി ഫാമേഴ്സ് ക്ലബിന്റെ ഓഫീസിൽ പണം അടച്ചെന്ന് പരാതിക്കാർ ആരോപിച്ചു. അനന്തകൃഷ്ണന്റെ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, അനന്തകൃഷ്ണന്റെ ഓഫർ തട്ടിപ്പുമായി തന്നെ ഈ പരാതികൾക്കും ബന്ധമുണ്ടെന്നാണോ കരുതുന്നത്? ദിവ്യ, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അനന്തകൃഷ്ണന്റെ ഈ ഓഫർ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസും പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്താണ് നിരവധി പേർക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയത്. ഇതിനകത്ത് ഇപ്പോൾ 2 പേർ മഞ്ചവിളാകം സ്വദേശികളായിട്ടുള്ള 2 സ്ത്രീകൾ ബാലരാമപുരം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ പരാതിയുമായിട്ട് വരാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയത്. പിന്നീട് ഈ പണവും ലഭിച്ചില്ല, സ്കൂട്ടറും ലഭിക്കാതെ വന്നതോടുകൂടി ഫാർമേഴ്സ് ക്ലബിൽ ചെന്ന് ഈ പണം നൽകിയ ആളുകൾ ചോദിച്ചപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്നുള്ള മറുപടിയാണ് ഈ ഫാർമേഴ്സ് ക്ലബിന്റെ അധികൃതർ പറഞ്ഞതെന്നുള്ള കാര്യമാണ് പരാതിയിൽ ഇപ്പോൾ മഞ്ചവിളാകം സ്വദേശികളായിട്ടുള്ള 2 പേർ പരാതിയിൽ പറയുന്നത്. പണം കൊടുത്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു തരത്തിലുമുള്ള ബന്ധം ഇവരുമായി ഈ ക്ലബ്ബുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളോ ഇവരെ ബന്ധപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ഇവർ പോലീസിൽ പരാതി കൊടുത്തത്. എന്തായാലും ഇപ്പോൾ ഈ ഉയർന്നു വന്നിട്ടുള്ള അനന്തകൃഷ്ണൻ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. ആ തരത്തിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. ദിവ്യ, ഇപ്പോൾ ഫാമേഴ്സ് ക്ലബിന്റെ ഉന്നത തലത്തിലിരിക്കുന്നവർക്ക് നേരെയായിരിക്കുമല്ലോ പരാതി. അവർക്ക് ഈ അനന്തകൃഷ്ണനുമായി ബന്ധമുണ്ടോ, ആ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നായിരിക്കില്ല പരിശോധിക്കുക. ദിവ്യ, അതെ, അങ്ങനെ തന്നെയാണ്. ഫാർമേഴ്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം. പക്ഷേ ഈ ക്ലബിന്റെ അധികൃതർ പരാതിക്കാരോട് അല്ലെങ്കിൽ ഈ പണം വാങ്ങിയ ആളുകളോട് മോശമായി സംസാരിച്ചു എന്നുള്ള കാര്യവും ഇപ്പോൾ ഈ 2 പേർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങൾ സ്കൂട്ടർ ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ പോയി പരാതി കൊടുത്തുകൊള്ളൂ, നിങ്ങൾ പോലീസിനെ സമീപിക്കൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഈ ക്ലബിന്റെ അധികൃതർ പറഞ്ഞു എന്നൊരു കാര്യം കൂടി പരാതിക്കാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അനന്തകൃഷ്ണനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ, അനന്തകൃഷ്ണന്റെ പേരിലാണോ ഇവർ ഈ സ്കൂട്ടർ നൽകാൻ വേണ്ടിയിട്ട് പണം വാങ്ങിയത്, ഇതടക്കമുള്ള കാര്യങ്ങളും ബാലരാമപുരം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അനന്തകൃഷ്ണന്റെ തട്ടിപ്പുമായി ഇതിന് ബന്ധമുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ ആളുകൾ, ഏതാണ്ട് 200-ലധികം ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ഈ ക്ലബ്ബ് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിവരങ്ങൾ കൂടി അല്ലെങ്കിൽ അവർ ആരെങ്കിലും പരാതിയുമായിട്ട് രംഗത്ത് വന്നാലായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും പ്രാഥമികമായിട്ട് പോലീസ് വിലയിരുത്തിയിട്ടുള്ളത് അനന്തകൃഷ്ണന്റെ തട്ടിപ്പുമായിട്ട് അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ ഓഫർ തട്ടിപ്പുമായി ഇതിനും ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്താണ് സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നുള്ള പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ബാലരാമപുരം സ്വദേശികളായ 2 വനിതകളാണ് പരാതി നൽകിയത്. ഇപ്പോൾ തട്ടിപ്പിനിരയായവരുടെ പ്രതികരണത്തിലേക്ക്. നവംബർ 11-ാം തീയതി എന്റെ വൈഫിന്റെ പേരിൽ ഞാനിവിടെ 62,900 അടച്ചായിരുന്നു. ഇപ്പോൾ ഇവിടെ വരുന്ന തട്ടിപ്പെന്ന് പറഞ്ഞ് ഇവിടെ ചോദിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഇവിടെ പൈസ അടച്ചിട്ടുണ്ട്, ഇത് ആരാണ് അടച്ചത് എന്ന് പറഞ്ഞിട്ട് അവര് നമ്മൾ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് ബാലരാമ സ്റ്റേഷനിലോട്ട് പരാതി കൊടുക്കാൻ ഇതാ പോവുക. 62,900 പൈസ നിങ്ങൾ പരാതി കൊടുക്ക്. അതെ, 50% ലാഭത്തില് വനിതകൾക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാണ് നമ്മളിപ്പോ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ എന്റെ വൈഫിന്റെ പേരിലാണ് ഞാനിപ്പോ പൈസ അടച്ചത്. 62,900 അടച്ചത്. ഇപ്പൊ ഈ തട്ടിപ്പാണെന്ന് പറഞ്ഞ് തിരക്കാൻ വന്നപ്പോ അവര് പറയുന്നു നിങ്ങൾ കേസ് കൊടുക്കുക, അല്ലാതെ എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്.